നമസ്കാരം. സതീശനോടൊപ്പമില്ലെന്ന നിലപാടിലുറച്ച് VM സുധീരൻ. പദവികളോട് വീണ്ടും നോ പറഞ്ഞ് സുധീരൻ്റെ യാത്ര. അധികാര രാഷ്ട്രീയത്തിലെ പദവികൾക്കും കസേരകൾക്കും വേണ്ടി നേതാക്കൾ തമ്മിൽ അടിക്കുന്ന കാലത്ത് പദവി മോഹങ്ങളോട് പൂർണ്ണമായിട്ടും വിട പറഞ്ഞ് പുതിയൊരു സുധീര മാതൃക കൂടി സൃഷ്ടിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിൽ തനിക്ക് ലഭിച്ചേക്കാവുന്ന യാതൊരു തരത്തിലുള്ള ഉയർന്ന പദവിയും ആനുകൂല്യവും ആവശ്യമില്ലെന്ന് ഒരൊറ്റ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഉറക്കെ പ്രഖ്യാപിച്ച് അദ്ദേഹം വീണ്ടും രാഷ്ട്രീയ കേരളത്തിന് മാതൃകയാവുകയാണ്. സംസ്ഥാന സർക്കാരിലെ പദവികളുമായി തന്നെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വാർത്തകൾ ചില മാധ്യമങ്ങൾ അത്തരത്തിൽ കൊടുക്കുന്നതായി കാണുന്നു എന്നും ഇതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്നും ഒരു പദവിയിലേക്കും ഞാനില്ലെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നും അതുകൊണ്ട് ഇത്തരം വാർത്തകൾ ഒഴിവാക്കണമെന്ന് ബന്ധപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കുന്നു എന്നായിരുന്നു സുധീരൻ്റെ കുറിപ്പ്. VD സതീശൻ മുഖ്യമന്ത്രി ആയതിന് പിന്നാലെ സുധീരന് ഭരണതലത്തിൽ പ്രധാന ചുമതല നൽകുമെന്ന തരത്തിൽ വന്നിരുന്ന വാർത്തകൾ, ഊഹാപോഹങ്ങളൊക്കെ വലിയ ചർച്ചകൾക്കും കൂടിയാണ് ഈ ഒരൊറ്റ അഭ്യർത്ഥനയിലൂടെ അദ്ദേഹം ഇപ്പോൾ വിരാമമിട്ടിരിക്കുന്നതെന്ന് പറയാം. പദവികൾ സ്വയം തേടിയെത്തുമ്പോഴും അതിനോട് വിമുഖത കാണിക്കുകയും ജനപക്ഷ നിലപാടുകൾക്ക് മുന്നിൽ തടസ്സമാകുന്ന ഒന്നിലേക്കും പോകാതിരിക്കുകയും ചെയ്യുക എന്നത് VM സുധീരൻ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം കാത്തുസൂക്ഷിച്ച തത്വമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും സംഘടനാ തലത്തിലും മുൻപ് കൈക്കൊണ്ട ധീരമായിട്ടുള്ള തീരുമാനങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഈ പുതിയ നിലപാട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നു. നേരത്തെ ഈ സജീവ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറാൻ അദ്ദേഹം എടുത്ത തീരുമാനം കോൺഗ്രസ് നേതൃത്വത്തെ പോലും ഞെട്ടിച്ചതാണ്. യുവാക്കൾക്ക് വഴിമാറിക്കൊടുക്കണമെന്ന തത്വാധിഷ്ഠിത നിലപാടിൽ ഉറച്ചാണ് അദ്ദേഹം അന്ന് നിയമസഭയിൽ മത്സരിക്കാനില്ല എന്ന് വ്യക്തമാക്കിയത്. തനിക്ക് ലഭിക്കുമായിരുന്ന ഉറച്ച സീറ്റുകൾ പോലും പുതുതലമുറയ്ക്ക് വേണ്ടി അദ്ദേഹം സന്തോഷത്തോടെ വേണ്ടെന്ന് വെച്ചു. സംഘടനാ നേതൃത്വത്തിലും ഭരണത്തിലും ഉന്നത പ്രതിഭകൾ വരേണ്ടതിൻ്റെ ആവശ്യകത അത് ഉന്നയിക്കുന്നതിലും സുധീരൻ എന്നും മുന്നിലായിരുന്നു. പാർട്ടിയിലെ മുതിർന്ന പല നേതാക്കന്മാരും അവരുടെയൊക്കെ എതിർപ്പുകളെയൊക്കെ അവഗണിച്ച് VD സതീശനെ മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാനും പിന്നീട് അദ്ദേഹത്തിന് വഴിതെളിക്കുവാനും ഉറച്ച നിലപാടെടുത്തത് ഇതേ സുധീരൻ തന്നെയായിരുന്നു. മാത്രമല്ല, കണ്ണടച്ച് പാർട്ടിയെയോ സ്വന്തം മുന്നണി ഭരണത്തെയോ പിന്തുണയ്ക്കുന്ന ശൈലി എന്ന് പറയപ്പെടുന്നത് സുധീരൻ്റെതല്ല. സ്വന്തം മുന്നണി അധികാരത്തിലിരിക്കുമ്പോഴൊക്കെ ഭരണത്തിലെ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾക്കെതിരെ തിരുത്തൽ ശക്തിയായിട്ട് നിലകൊള്ളുവാൻ സുധീരൻ മടിച്ചില്ല എന്നുള്ളതാണ്. അതായത് മുൻകാലങ്ങളിൽ AK ആന്റണിയും ഉമ്മൻചാണ്ടിയും മുഖ്യമന്ത്രിമാരായിരുന്ന സമയത്തും സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ തുറന്നടിച്ച സുധീരൻ ഇപ്പോഴും തിരുത്തൽ നിലപാടുകളുമായിട്ട് തന്നെ മുന്നിലുണ്ട്. അതായത് VD സതീശൻ മുഖ്യമന്ത്രിയായ പുതിയ ഭരണകാലത്തും ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിക്കുമ്പോൾ വച്ചു നീട്ടപ്പെടുന്ന പദവികളെപ്പോലും നിഷ്കരണം നിരസിക്കാൻ സുധീരന് സാധിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സുതാര്യത ഒന്നുകൊണ്ട് മാത്രമാണ്. അധികാരമില്ല, മൂല്യാധിഷ്ഠിത രാഷ്ട്രീയമാണ് പ്രധാനമെന്നൊക്കെ അദ്ദേഹം വീണ്ടും വീണ്ടും അടിവരയിടുന്നത്. അധികാര കസേരകൾ ഒഴിഞ്ഞാലും ജനങ്ങളുടെ മനസ്സിൽ തനിക്കുള്ള സ്ഥാനം ചെറുതല്ല എന്ന് തെളിയിച്ച നേതാവാണ് അദ്ദേഹം. മദ്യവർജനം, പരിസ്ഥിതി സംരക്ഷണം, പൊതുജനാരോഗ്യം തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ പാർട്ടി ചട്ടക്കൂടുകൾക്കപ്പുറം സുധീരൻ നടത്തിയ പോരാട്ടങ്ങൾ മാത്രമല്ല കേരള സമൂഹം ഇന്നും ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ മാധ്യമങ്ങളിൽ വരുന്ന പ്രചാരണങ്ങളെ ഉടനടി തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു തരത്തിൽ വ്യക്തിപൂജയ്ക്കോ അല്ലെങ്കിൽ പദവി ചർച്ചകൾക്കോ ഒന്നും താൻ നിന്നു കൊടുക്കുന്നില്ല എന്നുള്ള സന്ദേശം കൂടി ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ VM സുധീരൻ നൽകുന്നുണ്ട്. രാഷ്ട്രീയത്തിലെ സ്വാർത്ഥ താല്പര്യക്കാർ അല്ലെങ്കിൽ സ്വാർത്ഥ രാഷ്ട്രീയക്കാർ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന താല്പര്യങ്ങൾക്ക് മുകളിൽ മൂല്യങ്ങൾക്ക് സ്ഥാനം നൽകുന്ന അപൂർവം നേതാക്കളിൽ ഒരാൾ മാത്രമാണ് സുധീരൻ എന്നുള്ളത്. ചുരുക്കത്തിൽ സതീശൻ സർക്കാരിൻ്റെ കാലത്തും പദവികൾക്കായിട്ട് രാഷ്ട്രീയക്കാർ നടത്തുന്ന മത്സരങ്ങൾക്കിടയിൽ VM സുധീരൻ ഉയർത്തുന്ന ഈ നിലപാട് തീർത്തും അഭിനന്ദനീയവും മാതൃകാപരവുമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഉന്നത പദവികളുടെ തിളക്കത്തെക്കാൾ ജനങ്ങളുടെ വിശ്വാസ്യതയ്ക്ക് വിലമതിക്കുന്ന ഈ സുധീര ശൈലി വരും തലമുറ രാഷ്ട്രീയക്കാർക്ക് വലിയൊരു പാഠപുസ്തകമായി അവശേഷിക്കാം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സുധീരൻ്റെ ശൈലി എന്ന് പറയപ്പെടുന്നത് അല്ലെങ്കിൽ സുധീര രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത് വായിച്ചു പഠിക്കുവാനുള്ള ഒരു ചരിത്രമാണ്.